പരിസ്ഥമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഈ വചനം നമ്മൾ വായിച്ചിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ വീണ്ടും ആ ദൈവവചന ഭാഗത്ത് ചിന്തിക്കുമ്പോഴേ ഒരിക്കൽ കൂടി നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ക്രമീകരണം കൂടെ, ഒരു വിശുദ്ധി കൂടെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കുക. ഇവിടെ കുഞ്ഞാടിന്റെ കല്യാണം എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം 19-7 തൊട്ട് താഴോട്ട് വായിക്കുമ്പോഴുള്ള ഭാഗം എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ളൂ. എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു പോകുവാനായിട്ട് കൊണ്ട് ആഗ്രഹിക്കുക. അപ്പൊ അവൾക്ക് ശുദ്ധവും ശുഭ്രമായി വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ദൈവവചനം വായിക്കുമ്പോൾ സ്വർഗം മുഴുവൻ ഹല്ലേലൂയ പ്രകാശിതമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം മുഴുവൻ ഭൂമിയിൽ കാണുന്ന പ്രകാശത്തെക്കാൾ എത്രയോ മടങ്ങിനാണ് ഹല്ലേലൂയ സ്വർഗത്തിലെ പ്രകാശം. ഹല്ലേലൂയ അത് തേജസ്സിന്റെ ദേശമാണ്. സ്വർഗം എന്ന് പറയുന്നത് തേജസ്സിന്റെ ദേശമാണ്. അവിടെ ഉള്ള പ്രകാശം എന്ന് പറയുന്നത് തേജസ്സിന്റെ പ്രകാശമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹല്ലേലൂയ മുഖത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിൽ സ്വർഗത്തിൽ വെളിച്ചം ഉണ്ടാകും. ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ സ്വർഗത്തിൽ വെളിച്ചം ഉണ്ടാകും. അവന്റെ തേജസ്സാൽ സ്വർഗത്തിലുള്ള സകലവും പ്രകാശിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ തേജസ്സിനാൽ സ്വർഗത്തിലുള്ള സകലവും പ്രകാശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് എന്നേക്കും ജീവിക്കുവാൻ പോകുന്ന മണവാട്ടി എത്രമാത്രം ഹല്ലേലൂയ പ്രകാശിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയ. അപ്പൊ സ്വർഗം മുഴുവൻ പ്രകാശമാണ്. അത് പ്രകാശത്തിന്റെ ദേശമാണ്. അത് ദൈവത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. ഹല്ലേലൂയ. ആ വെളിച്ചം ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗം മഹാപ്രകാശം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ കാതയായ അഥവാ മണവാട്ടിയായ സഭ ഹല്ലേലൂയ സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ എത്രമാത്രം പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല അവൾ ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പം വിശുദ്ധിയോടെ മുന്നോട്ട് പോകണമെന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ രാജ്യത്തിൽ ചെല്ലണമെങ്കിൽ വിശുദ്ധി വേർപാട് ഈ ലോകത്ത് നമ്മൾ വേർപെട്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഒരശുദ്ധനും അവരോട് ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്റെ 7-ാം വാക്യത്തിൽ ഹല്ലേലൂയ. ഈ സ്വർഗീയ വിഭാഗത്തിന് ഭൗമിക വിവാഹത്തിന്റെ നിറം നൽകുന്നതിനാൽ പല നിലയിലുള്ള തെറ്റിദ്ധാരണകൾക്കും ഇടയായിട്ടുണ്ട്. ഭൗമിക നിലയിലുള്ള ഒരു വിവാഹത്തെ കുറിച്ചല്ല കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പുനരുത്ഥാനം പ്രാപിച്ച വിശുദ്ധന്മാർ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള ക്രിസ്തുവിന്റെ പ്രഖ്യാപനം തന്നെ അതിന് മതിയായ തെളിവുക. പ്രൈസ് ലോർഡ്. പിന്നെ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മറുപടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിവാഹം എന്നാൽ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരുവന്റെ ജീവിത പങ്കാളിത്തത്തിലേക്ക് ഒരു യുവതി കടന്നു വന്ന് അവന്റെ ഭാവി ജീവിത പരിപാടിയിലെ ജീവിത സഖിയായി തീരുന്നതിനുള്ള പ്രത്യേക ഉടമ്പടിയാണ് അഥവാ ഉഭയസമ്മതത്തെയാണ് വിവാഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം അല്ലൊരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പോലെ അല്ലൊരു പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയുന്ന മറ്റ് യാതൊരു ബന്ധവും പരസ്പര സഹായവും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്ന പ്രയോഗം ഹല്ലേലൂയ സ്വർഗീയമായ കാര്യങ്ങളെ ഭൗമികമാരുടെ ശൈലിയിൽ വെളിപ്പെടുത്തുവാനുള്ള ഒരു ആത്മീയ പ്രയോഗമാണ്. ഹല്ലേലൂയ. അപ്പം വൈവാഹിക വേളയിലെ ഉഭയസമ്മതത്തിലൂടെ വന്ന് വധുവും ജീവിതത്തിലെ കൂട്ടവകാശികളുമായി തീരുന്നത് പോലെ ദൈവസഭ ക്രിസ്തുവുമായുള്ള ഭാവി പരിപാടിയിൽ സജീവ പങ്കാളികളായി തീരുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് കുഞ്ഞാടിന്റെ കല്യാണവും വന്നുവല്ലോ എന്ന് പറയുന്നത്. സ്തോത്രം. ഈ വചനം വായിക്കുമ്പോൾ ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ എൻ്റെ ചരിത്ര ഭാഗത്ത് രേഖപ്പെടുത്തിയ ഭാഗം വായിച്ചെന്ന് മാത്രം. എന്നാൽ ഇതിനെ മറ്റു തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് അവന്റെ ആത്മാവിന് രക്ഷയുടെ വസ്ത്രം നൽകുക. ഇവിടെ അവൾക്ക് ശുദ്ധവും ശുഭ്രമായി വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു പറയുമ്പോൾ, പാപിയായ മനുഷ്യൻ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് അധീനരായി ശാപത്തിൽ വീണ് പാരമ്യത്തിൽ അകപ്പെട്ട് കിടന്ന ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്ന ആ മാത്രയിൽ തന്നെ, ഹല്ലേലൂയ, ആ മനുഷ്യന്റെ ആത്മാവിന് രക്ഷയുടെ വസ്ത്രം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ വസ്ത്രം നൽകുന്നുവെന്നാണ് ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, 61 അധ്യായത്തിന്റെ 10 വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്: ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഉടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യനെ കർത്താവ് രക്ഷയുടെ വസ്ത്രം ധരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ദൈവവചനത്തിലൂടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇസ്രായേലിന്റെ യഥാസ്ഥാപനത്തെ കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പം യെരുശലേമിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിർവഹിക്കപ്പെടുന്നത് വരെ ദൈവം അടങ്ങിയിരിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവം അവരിൽ സന്തോഷിക്കുവാൻ പോവുകയാണ്. അവരുടെ ദേശം, ഹല്ലേലൂയ, ബെയൂല അഥവാ വിവാഹസ്ഥ എന്ന പേരിൽ അറിയപ്പെടും. ഹല്ലേലൂയ എന്ന് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇവിടെ ഒരുവൻ രക്ഷ പ്രാപിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, രക്ഷയുടെ വസ്ത്രം ദൈവം നമ്മെ ധരിപ്പിക്കുന്നു. അടുത്ത നാം നോക്കുമ്പോൾ അവൻ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ നമ്മെ സ്തുതിയുടെ വസ്ത്രം ധരിപ്പിക്കുന്നു. നമ്മൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ സ്തുതിയുടെ വസ്ത്രം, അപ്പൊ എത്രയാണ്? 1 രക്ഷയുടെ വസ്ത്രം, 2 സ്തുതിയുടെ വസ്ത്രം ധരിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ വിശുദ്ധിയോടെ ജീവിക്കുവാനായി തന്നെ സമർപ്പിക്കുമ്പോൾ വെണ്മ വസ്ത്രങ്ങൾ നമ്മെ ധരിപ്പിക്കുക. രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ വന്ന് വിശുദ്ധിയോടെ നിൽക്കുന്ന ആ മനുഷ്യനെ, വിശുദ്ധിയോടെ ജീവിക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്തു? വെണ്മയുടെ വസ്ത്രം, ഹല്ലേലൂയ, ധരിപ്പിക്കുന്നു. ക്രിസ്തുവിനെ പോലെ പൂർണ്ണമായി മാറുവാൻ വാഞ്ചിക്കുന്നവർക്ക് കർത്താവ് വിശുദ്ധവും പ്രകാശവുമായ മാർദ്ദവസ്ത്രം നൽകുന്നു എന്ന്, ഹല്ലേലൂയ, നമുക്ക് കാണാൻ കഴിയും. ആ മാർദ്ദവസ്ത്രങ്ങളെ വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളായിട്ട് പറയുന്നത്. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവനെ, അല്ലെങ്കിൽ അവന്റെ ആത്മാവിനെ രക്ഷയുടെ വസ്ത്രം നൽകുന്നു. രണ്ടാമത് അവൻ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുമ്പോൾ ആമേ സ്തുതിയുടെ വസ്ത്രം നൽകുന്നു. മൂന്നാമത് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ വെണ്മ വസ്ത്രങ്ങൾ നമ്മെ ധരിപ്പിക്കുന്നു. നാലാമതായി നാം കർത്താവിനെ പോലെ പൂർണ്ണമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മെ ശുദ്ധവും പ്രകാശവുമായ മാർദ്ദവസ്ത്രം എന്ന വിശുദ്ധന്മാരുടെ നീതി ധരിപ്പിക്കുന്നു. ഈ ഒരു കാര്യത്തിലാണ് ദൈവമക്കൾ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ എങ്ങനെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധിയിൽ നിറയപ്പെട്ടു നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം. രക്തം ചെയ്യും. ഒരു ദൈവഭക്തൻ എന്ന് പറയുന്നത് അവന്റെ ജീവിതം എപ്പോഴും വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതായിരിക്കണം. ലോകമോഹങ്ങളിലേക്ക് കണ്ണോടിക്കരുത്. അനവധി പ്രലോഭനങ്ങൾ നിനക്ക് കടന്നു വരാം. അനേക വെല്ലുവിളികൾ കടന്നു വരാം. പലതും നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും, പലതും നിന്റെ മേൽ ചുമത്താൻ ശ്രമിക്കും. പക്ഷേ നിന്റെ വിശുദ്ധ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. രക്തം ചെയ്യാം. പലരും കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം പ്രലോഭനങ്ങളാണ്. അല്ലേ? പ്രലോഭനങ്ങൾക്കകത്ത് വീണുപോയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ദൈവരാജ്യമാണ്. പ്രലോഭനങ്ങളിൽ വീണുപോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രമാണ്. അല്ലേ? ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോകാതെ ദൈവം നമുക്ക് അരുളിച്ചേർത്തിട്ടുള്ള വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓരോ ദിവസവും ബുദ്ധി ഉപദേശിക്കുക. രക്തം ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ,
ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കല്ല നീ ജീവിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. രക്തം ചെയ്യും. ദൈവം നിന്നോട് അരളി ചെയ്യുന്നത് പോലെ, വചനം അരളി ചെയ്യുന്നത് പോലെ വചനം അനുസരിച്ച്, കർത്താവിനെ അനുസരിച്ച്, പ്രമാണത്തിൽ നിന്ന് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യവും കടമയും എന്നൊക്കെ പറയുന്നത്. അല്ലേലൂയ. ജീവിതത്തെ നീ തകർത്ത് കളയരുത്. അല്ലേലൂയ. ഈ ലോകത്തിലെ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആത്മജീവിതത്തെ നമ്മൾ താറുമാറാക്കി കളയരുത്. ഈ ലോകത്തിൽ ഒരുപാട് താൽക്കാലികമായ സുഖങ്ങൾ കിട്ടും, താൽക്കാലികമായ സന്തോഷങ്ങളൊക്കെ കിട്ടും. അതിനുവേണ്ടി നിന്റെ ആത്മാവിന്റെ രക്ഷയെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ മേലുള്ള ദൈവവിളി നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലേ? ജീവിത വിശുദ്ധിയോടെ ജീവിച്ച് ദൈവരാജ്യത്തിൽ എത്തണം എന്നുള്ള ദൈവിക പദ്ധതിക്ക് നീ തടസ്സമായി മാറരുത്. രക്തം ചെയ്യണം. അല്ലേലൂയ. അപ്പൊ നമ്മുടെ മേലുള്ള അല്ലേലൂയ, ദൈവം നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് രക്ഷയുടെ, സ്തുതിയുടെ, അല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വെണ്മയുടെ വസ്ത്രം. യേശുക്രിസ്തുവിനെ പോലെ നാം ജീവിക്കുവാൻ ആഗ്രഹിക്കും നമുക്ക് നൽകുന്ന അല്ലേലൂയ ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം. ഇത് നഷ്ടപ്പെടുത്താതെ ഓരോ ഭക്തനും സൂക്ഷ്മതയോടെ പോയാൽ ദൈവരാജ്യത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന ലോകം മുഴുവൻ, ഞാൻ എല്ലാ ദിവസവും പറയുന്നില്ല, പാപത്തെ പറയപ്പെട്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനെയും അശുദ്ധിയിലേക്ക് നയിക്കുന്ന, ഏത് മനുഷ്യനും പാപത്തിലേക്ക് നയിക്കുന്ന പ്രലോഭനങ്ങളും വാക്തത്വങ്ങളും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. അല്ലേലൂയ. നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും ഇങ്ങോട്ട് വന്നു കയറി പലതിനെയും അല്ലേലൂയ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച് ജീവിതത്തെ തകർത്ത് കളയുവാൻ പിശാച് പലവിധമായ പദ്ധതികൾ ഒരുക്കി വരുമ്പോൾ അവിടെ നീ ചിന്തിക്കേണ്ടത്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് നിന്റെ ആത്മാവിനെ ധരിപ്പിച്ചിരുന്ന വിശേഷ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, അതിനെ നീ ചെളി കൊണ്ട് പൊതിയരുത്. അല്ലേലൂയ. അപ്പം വിശുദ്ധിയാണ് നമുക്ക് പ്രാധാന്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന കാര്യമാണ്. വീണ്ടും നാം ദൈവത്തിന് വരം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. അല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ, അല്ലേലൂയ, അതിനകത്തെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15-ന്റെ 6 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച് കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ. അവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സ്വർഗത്തിലെ സാക്ഷി കൂട്ടാരമായ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്ലേലൂയ. അപ്പൊ സ്വർഗത്തിൽ സാക്ഷി കൂടാരം സ്വർഗത്തിലുണ്ടെന്നും അതിന്റെ മാതൃകയാണ് ദൈവം മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് കാണിച്ചു കൊടുത്തതെന്നും പുറപ്പാട് പുസ്തകം 25-40 വായിക്കുമ്പോൾ എബ്രായ ലേഖനം 8-5 എന്നീ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അല്ലേലൂയ. ആ ദൈവാലയം തുറന്നപ്പോൾ ദൈവത്തിന്റെ അന്തിമ ന്യായവിധി നടത്തുവാൻ അധികാരം ലഭിച്ച 7 ദൂതന്മാർ വെളിയിലേക്ക് വരുന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് ദൈവത്തിന്റെ ക്രോധകലശം ഓരോന്ന് ആ ദൂതന്മാർക്ക് സമ്മാനിക്കുന്നു. അല്ലേലൂയ. ഉടനെ സ്വർഗീയ ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. സമാഗമന കൂടാരം മോശയും ദൈവാലയം ശലോമോനും അല്ലേലൂയ പൂർത്തിയാക്കിയപ്പോൾ ദൈവത്തിന്റെ തേജസ്സാകുന്ന ഷെക്കേന ഇറങ്ങി വന്നതുപോലെ. ചരിത്രമാകെ ഞാൻ അങ്ങ് പറഞ്ഞുള്ളൂ. ഇവിടെ നാം വായിച്ച വചനത്തിന്റെ സാരം എന്ന് പറയുന്നത് 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായി ശണവസ്ത്രം ധരിച്ചിരിക്കുന്നു, മാറത്ത് പൊൻകച്ച് കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് നമ്മൾ വായിക്കുക. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള നദികളും പ്രകാശമുള്ളവയാകുന്നു. പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി അവിടെ ഉണ്ടെന്നുള്ളതാണ്. സ്വർഗത്തിലുള്ള നദിയും അല്ലേലൂയ സ്തോത്രം. സ്വർഗത്തിലുള്ള നദിയും അല്ലേലൂയ പ്രകാശമുള്ള നദിയാകുന്നു, പ്രകാശമുള്ളവയാകുന്നു. പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി അവിടെ ഉണ്ടെന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അല്ലേലൂയ സ്തോത്രം. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 22-16 അല്ലേലൂയ 22-ലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു. 22-1 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലൂയ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതുമായ അല്ലേലൂയ പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അല്ലേലൂയ. ഇത് യോഹന്നാന് പത്മോസിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുക്കുന്ന ദർശനമാണ്.
അവിടെയുള്ള വസ്ത്രങ്ങളും പ്രകാശിക്കുന്നു, കാരണം അവയെല്ലാം ക്രിസ്തുവിന്റെ പ്രകാശമാണ്. അല്ലേരി. അപ്പൊ സ്വർഗത്തിലുള്ളതെല്ലാം മഹാപ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ പ്രകാശം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള പ്രകാശമാണ്, ഭൂമിയിലെ യാതൊരുവിധ പ്രകാശവുമല്ല. ഇവിടുത്തെ സൂര്യനോ ചന്ദ്രനോ ഇവിടുത്തെ നക്ഷത്രങ്ങളോ മനുഷ്യൻ ഭൂമിയിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന കൃത്രിമ വെളിച്ചങ്ങളോ അല്ല സ്വർഗത്തിലെ പ്രകാശം. കുഞ്ഞാടാണ് അവിടുത്തെ പ്രകാശം എന്ന് പറയുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ഭൂമി ഞാനും നിങ്ങൾ ജീവിച്ച് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ അധിഷ്ഠിതമായി, ആമീൻ, ദൈവ വചനത്തിന് അധിഷ്ഠിതമായി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് പാപത്തിൽ വീഴാതെ, ശാപത്തിൽ വീഴാതെ, പ്രലോഭനങ്ങളിലും മോഹങ്ങളിൽ വീണു പോകാതെ, ദിവ്യാഗ്രഹത്തിൽ നമ്മുടെ ഹൃദയം വശീകരിക്കപ്പെട്ടു പോകാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധിയിൽ നാം നമ്മെ തന്നെ നിറച്ചുകൊണ്ടിരിക്കണം. രക്തം ചെയ്യും. കർത്താവ് വരാൻ സമയമായി. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സ്നേഹിത, അടുത്ത നിമിഷം കർത്താവ് വന്നാൽ ഹല്ലേലൂയ നിങ്ങൾ നിത്യതയിൽ ഉണ്ടാകുമോ? രക്തം ചെയ്യും. അപ്പൊ നിങ്ങളെ ധരിപ്പിച്ചിരിക്കുന്ന ആ വിശേഷ വസ്ത്രം, സ്തുതിയുടെ വസ്ത്രം, വെണ്മ വസ്ത്രം, അല്ലെങ്കിൽ ശുദ്ധവും ശുഭ്രമായിരിക്കുന്ന വിശേഷ വസ്ത്രം, അതിൽ മാലിന്യം പറ്റിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്കൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റുകയില്ലെന്ന് വേദപുസ്തകമുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ലേഖനം 12:14 വായിക്കൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ശ്രമിപ്പാൻ. ആമേ, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കർത്താവിനെ കാണണമെങ്കിൽ ദൈവരാജ്യത്തിൽ, ആമേ, സ്വർഗരാജ്യത്തിൽ, ആമേ, കർത്താവിനെ കാണണമെങ്കിൽ ഈ ഭൂമി ഞാനും നിങ്ങളും വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധി എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് വളരെ അസ്വസ്ഥതയാണ്. കാരണം അശുദ്ധമായതിലേക്കാണ് മനുഷ്യന്റെ നോട്ടം മുഴുവൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ നോട്ടവും മനുഷ്യന്റെ ജീവിതവും മനുഷ്യന്റെ കാൽവെപ്പുകളെല്ലാം വളരെ അശുദ്ധമായതിലേക്ക്. അതുകൊണ്ട് വിശുദ്ധി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഹല്ലേലൂയ വലിയ ഭാരമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിശുദ്ധിയെ കുറിച്ച് നിങ്ങൾ എത്ര ഭാരപ്പെട്ടാലും ദൈവവചനത്തിലെ വിശുദ്ധി, ആമീൻ, ദൈവവചനത്തിലെ വിശുദ്ധി പ്രാപിച്ചേ മതിയാകും. നിങ്ങൾക്ക് മരണാനന്തര ഒരു ജീവിതം ഒരുക്കിയിട്ടുണ്ട്. രക്തം ചെയ്യും. മരണാനന്തര ഒരു ജീവിതം, അത് നിത്യമായ സ്വർഗത്തിലായിരിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വിശുദ്ധിയോടെ ജീവിക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന രക്ഷ നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങൾ ആ രക്ഷയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കണം. അല്ല ഇവിടെ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ച് ഇവിടുത്തെ സുഖലോലുപങ്ങളിൽ വീണിട്ട് ആമീൻ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മരണാനന്തര ജീവിതം നിത്യമായ നരകത്തിലായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യമായ നരകത്തിലേക്ക് നിങ്ങൾ കടന്നു പോകാതെ നിത്യമായ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ ഓരോ നിമിഷവും നമ്മൾ വളരെ വാഞ്ചയോടെ ഈ ഭൂമി ജീവിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലെങ്കിൽ നമ്മുടെ ദൈവം വിശുദ്ധനാണ്. വേദപുസ്തകം നാം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ വളരെ വിശുദ്ധിയോടെ ജീവിച്ചിരുന്നു. ഹല്ലേലൂയ. അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. പിന്നത്തേതിൽ നമുക്കറിയാം, അനവധി ശക്തന്മാരായിരിക്കുന്ന ആമീൻ നമുക്ക് മുമ്പേ കടന്നുപോയ പിതാക്കന്മാരെ വിശുദ്ധിയോടെ ദൈവം സൂക്ഷിച്ചു. ഇന്നും വളരെ വിശുദ്ധിയോടെ ജീവിക്കുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അവർക്കൊക്കെ ദൈവരാജ്യം കിട്ടും. എന്നാൽ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് അകത്ത് വീണ് പാപ ഉല്ലാസങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യർക്കും നിത്യജീവനെ പ്രാപിക്കുവാനോ സ്വർഗരാജ്യത്തിൽ ചെല്ലുവാനോ കഴിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ ലഭിച്ചിരിക്കുന്ന സമയം ഹല്ലേലൂയ അത് താൽക്കാലികമാണ്. അതിനെത്ര നീളമുണ്ടെന്നും എത്ര ആഴമുണ്ടെന്നും ആ സമയത്തിന് എത്ര ദൈർഘ്യമുണ്ടെന്നും നമുക്കറിയില്ല. മരണം ഏത് സമയത്തും നമ്മോട് കൂടെയുണ്ട്. മരണം ഏത് സമയത്തും നമ്മെ തേടിയെത്താം. അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ദൈവവചനത്തിന് അധിഷ്ഠിതമായ വേർപാടും വിശുദ്ധിയിലും നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ഇവിടുത്തെ മലിനതകളെ മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കണം. ഈ ലോകത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, ഈ ലോകത്തിൽ നിങ്ങൾക്ക് രസം പകരുന്ന സകലത്തെയും നിങ്ങൾ വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ വിശുദ്ധ ജീവിതം നയിക്കണം. ഹൃദയശുദ്ധി നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ.
ഹൃദയശുദ്ധി ആവശ്യമായി. യേശുക്രിസ്തു തന്നെ തന്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. രക്തം ചെയ്യും. അപ്പോൾ ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. ഹൃദയശുദ്ധി ഇല്ലാത്ത ആർക്കും ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ എന്നാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്തതൊന്നും സംഭവിച്ചുകൂടാ. രക്തം ചെയ്യും. ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണം ഓരോ നിമിഷവും ജീവിക്കാൻ. നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രവർത്തിക്ക് ആരംഭപ്പെടുമ്പോൾ, നിങ്ങളൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ, അല്ലേലിയ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ജോലിക്ക് കടന്നു പോകുമ്പോൾ, നിങ്ങൾ വിവിധ ഓഫീസുകളിൽ വിവിധ ജോലികൾക്കായി കടന്നു പോകുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് ആലോചന ചോദിച്ച് അന്നത്തെ ദിവസം നിങ്ങൾക്ക് മാലിന്യങ്ങളിൽ അകപ്പെട്ട് പോകാതെ ഇരിപ്പാനുള്ള വിശുദ്ധി പ്രാപിക്കണം. രക്തം ചെയ്യും. എത്രയോ ആളുകളാണ് രാവിലെ ഓരോ ദിവസവും പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകരം എന്നെ കേൾക്കുന്ന പ്രശ്നോതാവി, നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് 7 ബാധയുള്ള 7 ദൂതന്മാരിൽ ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച് കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ആമി സ്വർഗത്തിലുള്ള നദികളും പ്രകാശമുള്ളവയാകുന്നു. പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി തന്നെ. അവിടെയുള്ള വസ്ത്രങ്ങളും പ്രകാശിക്കുന്നു. കാരണം അവയെല്ലാം ദൈവത്തിന്റെ അഥവാ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട നിങ്ങൾ, ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച നിങ്ങൾ, ആത്മാവിന്റെ രക്ഷ ഏറ്റെടുത്ത നിങ്ങൾ എപ്പോഴും ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ജീവിക്കണം ഈ ഭൂമിയിലും. ഹല്ലേലൂയ. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രകാശം, ഹല്ലേലൂയ, നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇരുളടഞ്ഞ ജീവിതം എന്ന് പറയുന്നത് പാപത്താൽ നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. പാപത്താൽ നിറയപ്പെട്ട ഇരുണ്ട ജീവിതത്തിലേക്ക് നീ പോകാതെ, ഹല്ലേലൂയ, നിന്റെ ആത്മാവിന് എപ്പോഴും ക്രിസ്തുവിനുള്ള പ്രകാശം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും ആ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രമാകുന്നു നമ്മുടെ കർത്താവ് എന്നാണ് പറയുന്നത്. യോഹന്നാന് ദൈവം കാണിച്ചു കൊടുത്ത അതിമനോഹരമായ ശ്രേഷ്ഠതയുള്ള വെളിപ്പാടുകൾ, ആ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശമുണ്ടായിരിക്കണം. ദൈവത്തിന്റെ ന്യായവിധികളെ കുറിച്ച് വേദപുസ്തകത്തെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഭയമുണ്ടായിരിക്കണം. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകലത ഈ ഭൂമി സംഭവിക്കും. ഹല്ലേലൂയ. പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി സംഭവിക്കുവാനുള്ളതെല്ലാം ഇവിടെ സംഭവിക്കും. ദൈവവചനത്തിനൊരു മാറ്റവുമില്ല. രക്തം ചെയ്യും. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞത്, ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, വചനം പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ ബന്ധം പുലർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുക, ക്രിസ്തുവിനോടുകൂടെ പ്രകാശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുക. പ്രാർത്ഥനാ സമയത്ത് ക്രിസ്തുവുമായി ആഴമേറിയ ബന്ധം പുലർത്തുകയാണെങ്കിൽ അവൻ നിങ്ങളെ തീർച്ചയായും നിങ്ങളെ പ്രകാശിപ്പിക്കും. നമ്മുടെ പ്രാർത്ഥന ജീവിതം, ആരാധന ജീവിതം, വചനധ്യാനം, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എവിടെയായിരുന്നാലും ക്രിസ്തുവിനോട് ആഴമേറിയ ബന്ധം പുലർത്തുമ്പോൾ നമ്മൾ എവിടെയും പ്രകാശിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എവിടെ ചെന്നാലും പ്രകാശമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഏത് മേഖലയിൽ ചെന്നാലും അവിടെയെല്ലാം നിങ്ങൾ പ്രകാശമായിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ശക്തമായ സന്ദേശമാണ്. ഹല്ലേലൂയ. ഇവിടെ അത് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം തന്നെ നിങ്ങളെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ ആരാധന ജീവിതം, നിങ്ങൾക്ക് കൂട്ടായ്മയുള്ള ബന്ധം, വിശുദ്ധന്മാരുമായുള്ള ബന്ധം, ദൈവസഭയുമായുള്ള ബന്ധം,
നിങ്ങളുടെ ഉപവാസം, നിങ്ങളുടെ വചനധ്യാനം, അല്ലെങ്കിൽ നിങ്ങളുടെ വേർപാട്, വിശുദ്ധി, ഇതെല്ലാം നിങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ്. അല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളിലൊന്നും വീണു പോകരുത്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സമയം അധികമില്ലെന്ന്. അല്ലേലൂയ. സമയം അധികമില്ല. നിന്റെ കാര്യങ്ങളെ നീ ക്രമീകരിക്കണം. ഇസ്കിയാവിനോട് പറഞ്ഞതുപോലെ നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നീ ദൈവത്തോട് ചേർന്നിരിക്കണം. അല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിന്റെ വിളി കേൾക്കുമ്പോൾ, അല്ലേലൂയ, എപ്പോഴും നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. അല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കണം. രക്തം ചെയ്യും. വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നവരും മാത്രമേ പ്രകാശിക്കുവാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. വിശുദ്ധിയിൽ പരാജയപ്പെട്ട പലരും, അല്ലേലൂയ, ഇന്ന് തകർന്ന് തരിപ്പണമായി മാറി. അല്ലേലൂയ. ജീവിതം അത് പരാജയപ്പെട്ടു പോയി. പല കുടുംബങ്ങളും കണ്ണുനീരിലാണ്, പല കുടുംബം ദുഃഖത്തിലാണ്. വളരെ പ്രകാശിച്ചു നിന്നിരുന്ന അനവധി കുടുംബങ്ങളിൽ നിന്ന് കരിന്തിരി പുകയുന്നത് പോലെ പുകയുന്നു. കർത്താവിന് വേണ്ടി പ്രകാശിച്ചു നിന്ന അനേക വിശുദ്ധന്മാർ പാപത്തിൽ വീണ് അവരും ഇരുളിന്റെ ആധിപത്യത്തിലായി പോയി. അല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നപ്പോൾ ശ്രോതാവേ, നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ തകർക്കരുത്. അല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം അത് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം, ആരാധന ജീവിതം, കൂട്ടായ്മയുള്ള ബന്ധം, വിശുദ്ധന്മാരുമായുള്ള ബന്ധം, വേർപാടും വിശുദ്ധിക്ക് നിങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശുദ്ധവും ശുഭ്രവുമായി വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ച് നിങ്ങൾ അത് ധരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കണം. രക്തം ചെയ്യാം. അല്ലേലൂയ. ജീവിതം താൽക്കാലികമാണ്. അല്ലേലൂയ. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ ദൈവം വചനത്തിനകത്ത്, അല്ലേലൂയ, സ്തോത്രം, നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. ഞാനൊരു ഭക്തനായ ദൈവദാസന്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്ന ചില ലൈനുകൾ എന്റെ ഹൃദയത്തെ ആകർഷിച്ചു. അതിങ്ങനെയാണ്: ഒരിക്കൽ ഏകദേശം 75 വയസ്സായ ഒരാള് വളരെയധികം മേക്കപ്പ് ചെയ്ത് തന്നെ അലങ്കരിച്ചുകൊണ്ട് ഒരു വിരുന്നിൽ സംബന്ധിക്കാൻ വന്നു. അല്ലേലൂയ. അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിറച്ച് മാലകളാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിറച്ച് സ്വർണമാലകൾ. അല്ലേലൂയ. കയ്യിൽ എല്ലാ കയ്യിലും മോതിരം ആയിട്ടുണ്ട്. എല്ലാ വിരലുകളും മോതിരം, കയ്യിൽ കൈച്ചീനുകൾ, എല്ലാ വിരലുകളിലും മോതിരം വിട്ട് കൈച്ചീനി വിട്ട് വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വായിൽ വെച്ചിരിക്കുന്ന സ്വർണ്ണപ്പെല്ലാം കാണിച്ച് അദ്ദേഹം വിവാഹ വിരുന്നിലുണ്ട്. ഓർത്തു നോക്കി, ഇന്നത്തെ കാലഘട്ടം എങ്ങനെ വിവാഹ വിരുന്ന് വീഴുമ്പോഴത്തേനും വീട്ടിലുള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് കൈച്ചെയിലൊക്കെ കെട്ടി, അല്ലേലൂയ, എല്ലാ വിരലിലും മോതിരമൊക്കെ ഇട്ട്, പിന്നെ കാതിലും അവിടെ ഇവിടെ എല്ലാം കുത്തി, മൂക്ക് കുത്തി, കാലിന്റെ വിരലിലും എല്ലാം സ്വർണ്ണമിട്ട് വലിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ മേക്കപ്പ് ചെയ്ത് വന്നിരിക്കുന്ന അനവധി ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേലൂയ. അങ്ങനെ വന്നിരുന്ന വ്യക്തിയോട് ഈ പാവം ദൈവദാസൻ ചെന്ന് ചോദിച്ചു, അല്ലേലൂയ, താങ്കൾ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അല്ലേലൂയ. കാരണം അദ്ദേഹം ഇവിടെ ഒരുങ്ങി വന്നിരിക്കുക വിരുന്നിന്. അപ്പോഴാണ് ഈ ദൈവദാസൻ ഇതെല്ലാം കണ്ടിട്ട് ചെന്ന് ചോദിക്കുക, താങ്കൾ ദൈവരാജ്യത്തിലേക്ക് പോകാൻ തയ്യാറാണോ? ആകയാൽ താങ്കളുടെ അകത്തെ സൗന്ദര്യം എപ്രകാരമാകുന്നു? പുറമെ വലിയ സൗന്ദര്യമാണല്ലോ, പുറമെ വലിയ അലങ്കാരമാണല്ലോ, പുറമെ നിങ്ങളെ കണ്ടാൽ എല്ലാ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ അലങ്കരിച്ച് നിങ്ങൾ വളരെ വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ വായിലെ പല്ലുകളെല്ലാം, സ്വർണ്ണപ്പല്ലുകളെല്ലാം കാണത്തക്ക നിലയിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ നിങ്ങളുടെ അകത്തെന്താണുള്ളത്? നിങ്ങളുടെ അകത്ത് ഈ പ്രകാശമുണ്ടോ? അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ. അത് കേട്ടപ്പോൾ, അല്ലേലൂയ, സ്തോത്രം, ആ സഹോദരൻ വളരെ കോപമുണ്ടായി. ദൈവദാസൻ പറഞ്ഞു, നിങ്ങളുടെ അകം മുഴുവൻ അന്ധകാരമെന്ന് പറഞ്ഞു. പുറമെ നിങ്ങൾ ഇതെല്ലാം ധരിച്ചാലും നിങ്ങളുടെ അകത്ത് മുഴുവൻ അന്ധകാരമാണ്. നിങ്ങൾക്ക് സമാധാനമില്ല, നിങ്ങൾക്ക് സ്വസ്ഥതയില്ല, നിങ്ങൾ കണ്ണുനീരിന്റെ നടുവില, നിങ്ങളുടെ ഭവനം അല്ലേലൂയ പ്രതിസന്ധികളാണ്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. ദൈവദാസൻ അദ്ദേഹത്തോട് ചില ആലോചനകൾ പറഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ വേദനാജനകമായി തോന്നി. അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറയാം, താങ്കൾ വിചാരിക്കുന്നവരെ ഞാൻ മരിക്കത്തില്ലെന്ന്. ഈ സകലവും അണിഞ്ഞ് അലങ്കരിച്ചു വന്ന വ്യക്തി പറയുക, ഈ ദൈവദാസൻ, താങ്കൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഉടനെ മരിക്കത്തില്ല. അല്ലേലൂയ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിവേഗം ആ വിരുന്നിൽ നിന്ന് പോയി. അല്ലേലൂയ, സ്തോത്രം. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, അല്ലേലൂയ, അപ്രതീക്ഷിതമായിട്ട് ദൈവദാസൻ ഒരു സ്നേഹിതനെ
ആമി കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ആ വിരുന്നിൽ വന്ന് സൽക്കരിച്ച വ്യക്തിയെക്കുറിച്ച് കുശലം ചോദിച്ചപ്പോൾ ആ ദൈവദാസനെ സ്നേഹിതൻ പറയുകയാണ്, ഹല്ലേലൂയ, ചില നാളുകൾക്ക് മുമ്പ് അപ്രതീക്ഷിതമാവണ്ണം അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയെന്ന്. ഹല്ലേലൂയ, ഹൃദയാഘാതത്തിൽ മരിച്ചുപോയി. ഹല്ലേലൂയ, എത്ര പരിതാപകരമാണ് പ്രിയ സ്നേഹിത. ഈ ഭൂമിയിൽ നിന്നെ അലങ്കരിക്കാൻ വേണ്ടി കടയിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ വാങ്ങി നിന്റെ കഴുത്തിലും കയ്യിലും കാതിലും ഇട്ട് മൂക്കിലും ഇട്ട് കാതുകൾ അവിടെ ഇവിടെ എല്ലാം തുളച്ച് നിന്റെ കാലിലുമൊക്കെ ഇട്ട് നീ ഇവിടെ ആഡംബര സുഖലോലുപ ജീവിതം നയിച്ച് സകലവിധ മേക്കപ്പും ചെയ്ത് എല്ലാം വിരുന്ന് സൽക്കാരത്തിൽ നീ പോയി നിന്റെ വായിലെ സ്വർണ്ണപ്പല്ലുകളെല്ലാം കാണിച്ച് നീ വളരെ പ്രകാശിതമായി നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയം അന്ധകാരത്തിലല്ലേ? ഇന്ന് നീ മരിച്ചാൽ നിത്യതയിൽ എത്തുമോ? നിന്റെ ഹൃദയത്തിനകത്ത് വെളിച്ചം വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ, നിങ്ങളെ തന്നെ ശോധന ചെയ്യാം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ആർഭാടങ്ങളിൽ നീ വിട്ടിട്ട് ദൈവരാജ്യത്തിലേക്ക് ജീവിക്കുവാൻ ഒരുങ്ങണം. ദൈവരാജ്യത്തിന്റെ ഹിതം എന്താണ്, ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. എപ്പം ചെയ്യും? അപ്പൊ നിന്റെ ജീവിതത്തെ നീ തന്നെ തകർത്ത് കളയരുത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ഇവിടുത്തെ പൊന്നും ഇവിടുത്തെ വെള്ളിയും ഇവിടെ കാണുന്നത് കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ച് മനുഷ്യന്റെ മുമ്പിൽ മുഖം മിനുക്കി നിൽക്കുമ്പോൾ, മനുഷ്യന്റെ മുമ്പിൽ അലങ്കരിച്ച് നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരിക്കലും വിലപ്പോകുകയില്ലെന്നുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇവിടെ രക്ഷിക്കപ്പെട്ടവന് ദൈവം നൽകുന്ന ആത്മാവിന്റെ വസ്ത്രമായി രക്ഷയുടെ വസ്ത്രവും, ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്നതിന് ദൈവം നൽകുന്ന സ്തുതിയുടെ വസ്ത്രവും, ഹല്ലേലൂയ, ജീവിത വിശുദ്ധിയിൽ നീ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നിനക്ക് നൽകുന്ന വെണ്മയുടെ വസ്ത്രവും, നീ കർത്താവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് കർത്താവ് നൽകുന്ന ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് നീ ഭൂമി ജീവിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. രക്തജയം. ദൈവരാജ്യത്തിനകത്തൊരു അശുദ്ധനും പ്രവേശിക്കാൻ കഴിയില്ലെന്നാണ് ഈ ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ബാഹ്യമായ അലങ്കാരത്തിനാൽ ഉണ്ടാകുന്ന പ്രകാശത്തെക്കാളും അകത്തെ വിശുദ്ധിയാൽ ഉണ്ടാകുന്ന പ്രകാശമാകുന്നു അതിശ്രേഷ്ഠമായ പ്രകാശം. ഹല്ലേലൂയ. ബാഹ്യമായ അലങ്കാരങ്ങൾ കൊണ്ട് ഒരുപാട് പ്രകാശം നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടാക്കിയെടുക്കാം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ അകത്തെ വിശുദ്ധിയിൽ നിന്നും ഉദിക്കുന്ന പ്രകാശമാണ് നിങ്ങളെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത്. രക്തജയം. നിങ്ങൾ യഥാർത്ഥ മനുഷ്യനായി മാറണമെങ്കിൽ, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ, നിങ്ങൾക്ക് സ്വസ്ഥത വേണമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ, ദൈവരാജ്യത്തെ കുറിച്ച് പ്രത്യാശ വേണമെങ്കിൽ, നിങ്ങൾ മരണാനന്തരം ദൈവരാജ്യത്തിൽ എത്തുമെന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം. രക്തജയം. അകത്തെ വിശുദ്ധിയിൽ മുഖം പ്രകാശിക്കണം. രക്തജയം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്, നിങ്ങൾ വിശുദ്ധിക്ക് മേൽ വിശുദ്ധി വാഞ്ചിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധിയിന്മേൽ വിശുദ്ധി പ്രാപിക്കുവാൻ, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാൻ ക്രിസ്തുവിനെ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വിട്ടുകൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശിക്കും. രക്തജയം. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു ആയിരിക്കട്ടെ നിങ്ങളുടെ വെളിച്ചം. സ്വർഗം മുഴുവൻ ക്രിസ്തുവിന്റെ മുഖപ്രകാശത്താൽ നിറഞ്ഞു നിൽക്കും, പ്രകാശം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളും ആ ദൈവരാജ്യത്തിൽ ചേരണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനാൽ നിങ്ങൾ നിറയപ്പെട്ട്, വിശുദ്ധിയാൽ നിറയപ്പെട്ട് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ മാത്രമേ മരണാനന്തരം ദൈവിക ദൂതന്മാർ നിന്നെ സ്വർഗ്ഗ പരദീസിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്, നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. സംഗീതത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 45-ാം അധ്യായം അതിന്റെ സ്തോത്രം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും, അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കല്യാണത്തിനൊക്കെ വായിക്കുന്ന വചനമാണ്. എന്താണ് രാജകുമാരിയായ കാന്തയെ കുറിച്ച് അവിടെ പറയുന്നത്? ഹല്ലേലൂയ. ഈ വാക്യത്തിൽ ഹല്ലേലൂയ മണവാട്ടിക്ക് ഒരു പുതിയ പേര് നൽകിയിരിക്കുന്ന രാജകുമാരി, അതായത് അവൾ രാജാവിന്റെ മകളാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടു നിലയിൽ അവൾ രാജപുത്രിയായി പരിഗണിക്കപ്പെടും. ഒന്നാമതായി അവൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവളും, രണ്ടാമതായി ഹല്ലേലൂയ അവൾ ദൈവപുത്രന് വിവാഹം ചെയ്യപ്പെട്ടവളുമായതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്,
അല്ലെങ്കിൽ നാം ദൈവസനിൽ വീണ്ടും ജന്മം പ്രാപിച്ചവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നാം ദൈവത്തിന് ജനിച്ചവരായിരിക്കണം. നമ്മൾ രണ്ടാമത് ദൈവപുത്രനായ ക്രിസ്തുവിന് നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരുമാണെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവൾ ശോഭാപരിപൂർണയാണെന്ന് പറയാൻ കാരണം ഹല്ലേലൂയ ക്രിസ്തു അവളുടെ ഉള്ളിൽ വാഴുകയാലും അവൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കലുമാണ്. ചിത്രത്തൈലുള്ള വസ്ത്രം അല്ലെങ്കിൽ മണവാട്ടിയുടെ നീതിൻ വസ്ത്രങ്ങളാണ്. ക്രിസ്തുവിന്റെ മധ്യാകാശ വരവികൾ കാന്തയായ സഭ ക്രിസ്തുവിനോട് ചേരുകയും ഹല്ലേലൂയ അവർ ഒത്തൊരുമിച്ച് സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ 45 13 വാക്യം വായിക്കുമ്പോൾ വേദപഠിതാക്കൾ രേഖപ്പെടുത്തി ചരിത്രഭാഗങ്ങൾ വായിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, വിശുദ്ധ ജീവിതം ഹല്ലേലൂയ, വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 8 വാക്യമാണല്ലോ വായിച്ചത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അതെ, നിങ്ങൾ ഇന്ന് തന്നെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഇന്ന് തന്നെ നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ വിട്ടിട്ട് ഇന്നു മുതൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം ആമേൻ ക്രിസ്തുവിന്റെ മുഖതേജസ്സാണ് പ്രകാശത്താൽ നീയും ശോഭിക്കുവാൻ തുടങ്ങും. ഇന്ന് പകരം എന്നോടൊപ്പം ചേർന്ന് പറയാമോ? കർത്താവ്, ഈ ലോകമോഹങ്ങളൊന്നും വേണ്ട, ഇവിടുത്തെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, ഇവിടുത്തെ താല്പര്യങ്ങളൊന്നും വേണ്ട, ഇവിടുത്തെ പ്രലോഭനത്തിനകത്തൊന്നും എനിക്ക് വീഴണ്ട. എന്റെ അകത്ത് പ്രകാശം വന്ന്, എന്റെ അകത്ത് വിശുദ്ധി വന്ന് അങ്ങയിൽ പ്രകാശിച്ച് അങ്ങയുടെ മക്കളായി ഭൂമി ജീവിച്ച് ആ കർത്താവി അശുദ്ധവും ശുഭ്രമായി വിശേഷത്തെ വസ്ത്രം ധരിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ എന്നിലും വെളിപ്പെടുവാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് പ്രവർത്തിക്കും. നിന്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണനീരുകൾ, നിന്റെ ശാപങ്ങൾ, നിന്റെ ദുരന്തങ്ങളെല്ലാം മാറി നീ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സമാധാന ദൈവം നിനക്ക് തരും. കർത്താവിന്റെ വരവെങ്കിൽ നിനക്ക് പ്രത്യാശയോടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഒന്നുകിൽ കർത്താവിന്റെ വരവെങ്കിൽ അല്ലെങ്കിൽ നിന്റെ മരണത്തോടൊപ്പം നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ജീവിത വിശുദ്ധി ആവശ്യമാണ്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെടുവരെ, ഞങ്ങൾ ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ട് ഒരു കർത്താവിന്റെ രക്ഷിതാവും പിതാവായി സ്വീകരിക്കുമ്പോൾ ആത്മാവിന്റെ വസ്ത്രമായിരിക്കും രക്ഷയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്തുതിച്ച് ആരാധിക്കുമ്പോൾ സ്തുതിയുടെ വസ്ത്രം ധരിച്ച് ഹല്ലേലൂയ കർത്താവേ വിശുദ്ധി ജീവിക്കും വെണ്മയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ജീവിക്കുമ്പോൾ അശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവ് വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിന്റെ വരവെങ്കിൽ അല്ലെങ്കിൽ മരണത്തോടുകൂടി നിത്യതയിൽ ചേർക്കപ്പെടുവാൻ വലിയൊരു കൂട്ടം ജനത്തെ നീ ഒരുക്കണമേ. ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വിട്ട് ജനം മടങ്ങി വരുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, മേഖലയിലായിരിക്കുന്നവരെ കർത്താവി ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവി സ്തോത്രം. കരസേന, വ്യോമസേന, നാവികസേന, ക്രമസമാധാന പാലകരെ, നീ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന എല്ലാ രഹസ്യാനുഷ്ഠാനങ്ങളെയും അതിർത്തികൾ കൽക്കുന്ന BSF, CRP, ജുഡീഷ്യൽ എല്ലാ വിഭാഗത്തെയും അല്ലെങ്കിൽ കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കും വാഹനത്തിൽ യാത്ര സഞ്ചരിക്കുന്നവരെ, മെക്കാനിക്കൽ രംഗത്ത്, മോട്ടോർ രംഗത്ത് നിൽക്കുന്നവരെ, സമുദ്രത്തിനാടുകളിൽ ചോദിക്കുന്നവരെ, മത്സ്യബന്ധനത്തിനായി പോയിരിക്കുന്നവരെ, ഹല്ലേലൂയ കർത്താവി സ്തോത്രം. ഹല്ലേലൂയ ആമി കർത്താവ് കടലോര വാസികളെ, ഹല്ലേലൂയ തീരദേശങ്ങളിൽ പാർക്കുന്നവരെ, ആമി ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികൾ, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, കമ്പനികൾ, ഫാക്ടറികൾ, കർത്താവി സ്തോത്രം വിവിധ ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവരെ, ദർശനത്തിനൊക്കെ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെടുകയും കർത്താവി വിവിധ പാതിരസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ചാരിറ്റി വർക്ക് ചെയ്യുന്നവരെ ഹല്ലേലൂയ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഹല്ലേലൂയ കർത്താവി സ്തോത്രം. ഭാഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, ക്ഷീരമേഖല, കാർഷിക മേഖലയില് ആമി പൊതുമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ കർത്താവി. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ആമി മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ചരിത്ര, മാധ്യമ, മീഡിയ നിൽക്കുന്ന സയൻസ്, എഞ്ചിനീയർമാർ എല്ലാ മേഖലയിലായിരിക്കും ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്ത് വിദേശത്തും കർത്താവ് ജോലിക്ക് കടന്നുപോയിരിക്കും പ്രിയപ്പെട്ട കഷ്ട സഹിക്കുന്നവർ, നിരാശയുടെ ദുഃഖത്തിലൂടെ കടന്നുപോയിരിക്കും, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ ഭാരപ്പെടും, ജന്മനാ വൈകല്യമുള്ളവർ, ഹല്ലേലൂയ വിവിധ കർത്താവി മാനസികമായ അസ്വസ്ഥ ഭാരപ്പെടുന്നവരെ, മെന്റൽ ഹോസ്പിറ്റലിൽ കർത്താവ് കിടക്കും, മാനസിക കിടക്കുന്നവർ, ക്ഷയരോഗി, കുഷ്ഠരോഗി, ക്യാൻസർ രോഗികൾ, പ്രഷർ, കൊളസ്ട്രോൾ ഭാരപ്പെടുന്ന അനവധി
നിരവധി ആളുകൾ വിവിധ രോഗങ്ങൾക്ക് വിധേയപ്പെട്ടവർ, സർജറിക്ക് വിധേയപ്പെട്ടവരെ എല്ലാവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തയും നിരാലും വൃത്തരക്ഷണ യാചകർ, ഓർഫനേജ്, ഓൾഡ് ഏജ് തടവറയിലായിരിക്കുന്നവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും പാൻസലഹരി അടിമപ്പെട്ട് കിടക്കുന്ന തലമുറകളെ, ഞങ്ങളുടെ സൗന്ദര്യ സൗരന്മാരെ, കർത്താവ് ജനത്തെ, അധികാര വർഗങ്ങളെ ദൈവം വെടിവെച്ച് മാനസാന്തരം കൊടുത്ത് ആത്മാവിന്റെ വസ്ത്രമായി രക്ഷയുടെ വസ്ത്രം ധരിച്ച് കർത്താവിന്റെ വരവിനായി വിശുദ്ധിയോടെ ജീവിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ. കർത്താവിന്റെ വേടിയുമേ കടന്നുപിടിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ കേരളത്തിൽ, ഭാരതത്തിൽ, വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന സൂക്ഷിക്കുന്ന കഷ്ടങ്ങളും പ്രയാസവും പ്രതിസന്ധി കടന്നു ജയിലറയിൽ ആയിരിക്കുന്നവർക്കെല്ലാം മോചനം കൊടുക്കണമേ. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് 2 വീലും 3 വീലും 4 വീലും ഒക്കെ രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നവരെ എല്ലാം ദൈവം സൂക്ഷിക്കും, പരിപാലിക്കും. ജനം സകല മഹത്വം എടുക്കണം. ഈ ഈശ്വരപ്പാന്റെ വിധിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.